ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് ആണ് ആദ്യം. ഇത് നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഫസ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ ഒന്നാണ് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. ചാർജസിൻ്റെ വിവിധ തരത്തിലുള്ള പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പോയിന്റാണ് കൂളംസ് ലോ. സ്റ്റാർ ഇട്ടിട്ടുണ്ട്, അതായത് കൂളംസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ്. നാലാമത്തത് ഇലക്ട്രിക് ഡൈപോൾ. കൂളംസ് ലോ കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇലക്ട്രിക് ഡൈപോളിനാണ്. അത് കഴിഞ്ഞാൽ ലൈൻ ഓഫ് ഫോഴ്സ്, ഗോസസ് ലോ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കൂളംസ് ലോ, ഇലക്ട്രിക് ഡൈപോള്, ഗോസസ് ലോ ഇത്രയും കാര്യമായിട്ട് നോക്കണം. പിന്നെ ഡെറിവേഷൻസ് വരുന്നുണ്ട്, അത് പിന്നെ പറയാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കൂളംസ് ലോ. കൂളംസ് ലോ ഇൻ വെക്ടർ ഫോം, ലിമിറ്റേഷൻസ് ഓഫ് കൂളംസ് ലോ, പെർമിറ്റിവിറ്റി, റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇത്രയും കാര്യങ്ങൾ, ഈ 5 പോയിന്റുകളാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കൂളംസ് ലോ ആണ്. കൂളംസ് ലോ പറയുന്നതിന് മുമ്പ് നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസിൽ പഠിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും, അല്ലെങ്കിൽ ഈക്വൽ ചാർജസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, പോസിറ്റീവും റിപ്പൽ ചെയ്യും, നെഗറ്റീവും റിപ്പൽ ചെയ്യും. പക്ഷെ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ആകുമ്പോൾ അവ തമ്മിൽ പരസ്പരം അട്രാക്ട് ചെയ്യും. കൂളംസ് ലോ പറയുന്നത് ഈ അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റിപ്പൽസ് ചെയ്യുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവ തമ്മിലുള്ള ആ 2 ചാർജുകൾ തമ്മിലുള്ള പ്രോഡക്റ്റിനെയും, അതായത് ചാർജ് കൂടുന്തോറും അവയുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ കൂടുകയും, ചാർജുകൾ തമ്മിലുള്ള സെപ്പറേഷൻ കൂടുന്തോറും, അകലം കൂടുന്തോറും അവ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ കുറയുകയും ചെയ്യും. ഈ കൺസെപ്റ്റാണ് കൂളംസ് ലോ പറയുന്നത്. നോക്കാം. കൂളംസ് ലോ, അക്കോർഡിംഗ് ടു കൂളംസ് ലോ, the force of attraction or repulsion of any 2 charges placed in air or vacuum or in any medium, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എയറിലാവുമ്പോൾ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ ആവും. ഇനി അത് വാട്ടറിലോ ഗ്ലാസ്സിലോ മൈക്കയിലോ അങ്ങനെ മീഡിയം മാറ്റിക്കഴിഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷനിൽ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദർ ചാർജസ് ഓർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ഓഫ് എനി 2 ചാർജസ് പ്ലേസ്ഡ് ഇൻ എയർ ഓർ വാക്വം or in any medium is directly proportional to the product of their charges or inversely proportional to the square of the distance between them. ഇതാണ് കൂളംസ് ലോ പറയുന്നത്. ഇന്ററാക്ഷൻ ഓഫ് ചാർജസ് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചാർജസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ പോസിറ്റീവ് ആകുമ്പോൾ റിപ്പൽഷൻ ആയിരിക്കും, നെഗറ്റീവ് ആകുമ്പോൾ റിപ്പൽഷൻ ആയിരിക്കും, പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കുമ്പോൾ അട്രാക്ഷൻ ആയിരിക്കും. വിത്ത് ഹൗ മച്ച് ഫോഴ്സ് ചാർജസ് അട്രാക്ട്സ് ഓർ റിപ്പൽ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അതാണ് കൂളംസ് ലോ നമുക്ക് പറഞ്ഞു തരുന്നത്. എത്രമാത്രം ഫോഴ്സിലായിരിക്കും ഈ ചാർജസ് പരസ്പരം അട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്രമാത്രം റിപ്പൽ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, നമ്മളിവിടെ പറയുന്നതൊക്കെ പോയിന്റ് ചാർജസിനെ കുറിച്ചിട്ടാണ്. ഇവിടെ 2 പോയിന്റ് ചാർജുകൾ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. രണ്ടും പോസിറ്റീവ് ചാർജുകളാണ്. പ്ലസ് Q1 എന്നതിന് പേരെടുത്തു, പ്ലസ് Q2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ പോയിന്റിൽ ഇവിടെ ഒരു ചാർജിന്റെ ഇവിടെ ഒരു ചാർജിന്റെ എന്ന് വിചാരിക്കാം. ഇനി ഈ Q1ൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ആണ് അനുഭവപ്പെടുക. കാരണം രണ്ടും പോസിറ്റീവായ തമ്മിൽ പരസ്പരം റിപ്പൽ ചെയ്യും. അപ്പോൾ Q1ൽ അനുഭവപ്പെടുന്ന റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് Q2ന്റെ ഫോഴ്സാണ്. Q2 ആണ് ഈ Q1നെ പിടിച്ചിട്ട് തള്ളുന്നത്. അതുപോലെ Q2ൽ അനുഭവപ്പെടുന്ന റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് Q1 ആണ് Q2നെ അങ്ങോട്ട് പിടിച്ച് തള്ളുന്നത്. അപ്പോൾ Q1ൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെ നമുക്ക് ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2 എന്നും പറയാം. Q2ൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെ നമുക്ക് ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1 എന്നും പറഞ്ഞൂടെ. ഇവിടെ R എന്ന് പറയുന്നത് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ്. എത്ര അകലമാണ് ഇവ തമ്മിലുള്ളത്, അതാണ് R. Q1 പ്ലസ് Q2 2 ഈക്വൽ ചാർജസ്. R എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ചാർജസ്.
ഇനി നമ്മൾ കൂളംസ് ലോ ഡിറൈവ് ചെയ്തിട്ടുള്ളത് 4 പ്രധാനപ്പെട്ട പോയിന്റുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതിൽ മെയിൻ പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ ഫോഴ്സ് ഓഫ് അട്രാക്ട്. ദ ഫോഴ്സ് അത് അട്രാക്റ്റീവ് ആവാം അല്ലെങ്കിൽ റിപ്പൽസീവ് ആവാം. ദ ഫോഴ്സ് ആക്ട്സ് അലോങ് ലൈൻ ജോയിനിങ് സെന്റർ ഓഫ് 2 ചാർജസ്. അതായത് ഈ 2 ചാർജുകൾ തമ്മിൽ റിപ്പൽ ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആ റിപ്പൾസീവ് ഫോഴ്സ് ഇവയുടെ സെന്ററിലൂടെയാണ് ആക്ട് ചെയ്യുക. അല്ലാതെ ആ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഈ ഭാഗത്തേക്കോ അങ്ങനെ പോവില്ല. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രലിലൂടെ ആയിരിക്കും ആക്ട് ചെയ്യുക. അതാണ് പ്രധാനപ്പെട്ട നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 into Q2, അതായത് പ്രോഡക്റ്റ് ഓഫ് ദെയർ ചാർജസ്. ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് കൂടിയാൽ ഫോഴ്സ് കൂടും. ഇനി ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു distance of square of separation, square of distance of separation between these 2 charges. അതായത് ഇവിടെ ഡിനോമിനേറ്റർ കൂടുന്തോറും ഈ ഫോഴ്സ് കുറയും എന്നർത്ഥം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടിയാൽ മറ്റത് കുറയും. ഡിസ്റ്റൻസ് കൂടിയാൽ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിപ്പൽസീവ് ഫോഴ്സ് കുറയും എന്നർത്ഥം. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടിയാൽ മറ്റത് കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടിയാൽ മറ്റത് കുറയും. ഇവിടെ പ്രോഡക്റ്റ് ഓഫ് ചാർജസ് കൂടിയാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ കൂടും. ഇവിടെ അവ തമ്മിലുള്ള ചാർജുകൾ തമ്മിലുള്ള അകലം കൂടിയാൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ അല്ലെങ്കിൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് കുറയും. പിന്നെ ഈ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ മീഡിയം. ഇത് വായുവിലാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രീ സ്പേസിലാണെങ്കിൽ അല്ലെങ്കിൽ വാക്വത്തിലാണെങ്കിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. ഇതേ ചാർജുകൾ തന്നെ വെള്ളത്തിലാണെങ്കിൽ ഓയിലാണെങ്കിൽ ഒക്കെ വേറെ വേറെ ചാർജുകളായിരിക്കും. അപ്പൊ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ മാക്സിമം എന്ന് പറയുന്നത് എയറിലാണ്. ഇനി കൂളംസ് ലോനെ നമ്മൾ ഇക്വേഷൻ ആക്കി എഴുതിയാൽ എഫ് ഈക്വൽ ടു ഈ ഇൻവേഴ്സ്ലി അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സൈനുകളെ നമ്മൾ മാറ്റിയിട്ട് ഒരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതാണ് കെ ഇൻറ്റു Q1 ഇൻറ്റു Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതാണ് കൂളംസ് ലോ. ഇവിടെ കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. പക്ഷേ കെ ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് അല്ല. കെയുടെ വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ മീഡിയം. എയറിലാവുമ്പോൾ കെക്ക് ഒരു വാല്യൂ ആയിരിക്കും. വാട്ടറിലോ ഓയിലിലോ മൈക്കയിലോ അങ്ങനെ വേറെ ഏതെങ്കിലും മീഡിയത്തിലാവുമ്പോൾ കെക്ക് മറ്റൊരു വാല്യൂ ആയിരിക്കും. അതാത് മീഡിയങ്ങളിൽ കെയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും എന്നർത്ഥം. ഇനി അടുത്തത് യൂണിറ്റ് ഓഫ് കെ ആണ്. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ ആണ് കെയുടെ യൂണിറ്റ്. ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഇൻവേഴ്സ് സ്ക്വയർ ലോ പറയുന്നത് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r സ്ക്വയർ. 1/r സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഡിസ്റ്റൻസ് കൂടുന്തോറും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. ഇത് നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈ ആക്സിസിൽ ഫോഴ്സും എക്സ് ആക്സിസിൽ സെപ്പറേഷൻ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് നോക്കി നോക്കൂ. എക്സിന്റെ വില അതായത് സെപ്പറേഷൻ ഇവിടെ ആകുമ്പോൾ കുറവായിരിക്കും. ഇങ്ങോട്ട് വലത്തോട്ട് പോകും തോറും കൂടി വരും. ഇവിടെ ഫോഴ്സ് കൂടുതലാണ്. ഇനി എക്സിന്റെ വില കൂടുന്തോറും ഫോഴ്സ് ഇതാ താഴത്തേക്കാണ് വരുന്നത്. അതായത് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ കൂടുമ്പോൾ ഫോഴ്സ് ഡിക്രീസ് ചെയ്യാണ്, കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇതാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ പറയുന്നത്. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 6 ഡബിൾ ആക്കിയാൽ ഫോഴ്സ് എത്രയായിരിക്കും? 6 ഡബിൾ ആക്കിയാൽ എഫ് ഈക്വൽ ടു 1/r സ്ക്വയർ നോക്കിക്കോ. 1/2 സ്ക്വയർ വന്നാൽ 1/4 ആയി. 6 ഡബിൾ ആക്കിയാൽ ഫോഴ്സ് 1/4 ആയിട്ട് കുറയും. ഇനി 6 പകുതിയാക്കി കുറച്ചാലോ? 6 പകുതിയാക്കി കുറച്ചാൽ നോക്കിയേക്കൂ. എഫ് ഈക്വൽ ടു 1/, ഇവിടെ 6ന്റെ വില ഹാഫ് ആണ്. അപ്പൊ 1/2 സ്ക്വയർ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ 2 സ്ക്വയറിനെ മുകളിലേക്ക് കൊണ്ടുപോകുക, നോമിനേറ്ററിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ 2 × 2 4, 4/1 ആയി മാറും. അതായത് 6 കുറച്ചാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. ഇഫ് r ഈക്വൽ ടു 3, 6നെ ത്രിബിൾ ആക്കിയാലോ 1/3 സ്ക്വയർ വരും. അപ്പോൾ എന്താണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ട്രിപ്പിളായി മാറും. ഈ വീഡിയോയിൽ രണ്ടാമത്തെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൂളംസ് ലോ ഇൻ
വെക്റ്റർ ഫോമാണ്. കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എളുപ്പ വഴിയിലുള്ള കണ്ടുപിടുത്താണ് കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം. നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് ചാർജുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആറിന് നമ്മൾ ആറിന്റെ മാഗ്നിറ്റ്യൂഡ് ആക്കി എടുത്തിട്ടുണ്ട്, അതായത് മോഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫോഴ്സ് ഓൺ 1 ആണ് Q1 അനുഭവപ്പെടുന്ന ചാർജ്. Q1 അനുഭവപ്പെടുന്ന ഫോഴ്സ്. Q2 അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1 ആയിരിക്കും. ഇതിന്റെ ഡയറക്ഷൻ നമ്മൾ R2 മൈനസ് R1 എന്ന് കൊടുക്കാം. ഇതിന്റെ ഡയറക്ഷൻ R1 മൈനസ് R2 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ Q1 അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഏത് പ്രകാരം? കൂളംസ് ലോ അനുസരിച്ചിട്ട്. കൂളംസ് ലോ അനുസരിച്ചിട്ട് ചാർജ് Q1 അനുഭവപ്പെടുന്ന ചാർജാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2 ഈക്വൽ ടു K ഇൻറ്റു Q1 ഇൻറ്റു Q2 ഡിവൈഡഡ് ബൈ മോഡ് R സ്ക്വയർ. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. ദിസ് ഈസ് ഇൻ സ്കേലർ ഫോം. ഇത് സ്കേലർ ഫോമിലാണല്ലോ. ഇനി ഇതിന് നമുക്ക് വെക്റ്റർ ക്വാണ്ടിറ്റി ആക്കണം. ടു ഗീവ് ഡയറക്ഷൻ ടു എനി വെക്റ്റർ ടേക്ക് യൂണിറ്റ് വെക്റ്റർ. അപ്പം നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവും. യൂണിറ്റ് വെക്റ്റർ കാണാൻ എന്ത് ചെയ്യുക? അപ്പോൾ എയുടെ യൂണിറ്റ് വെക്റ്റർ കാണണമെങ്കിൽ എയുടെ ഡയറക്ഷൻ ഡിവൈഡഡ് ബൈ എ മാഗ്നിറ്റ്യൂഡ്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഇതിന്റെ യൂണിറ്റ് വെക്റ്റർ കാണാൻ, എയുടെ യൂണിറ്റ് വെക്റ്റർ കാണാൻ എയുടെ ഡയറക്ഷൻ ഡിവൈഡഡ് ബൈ എയുടെ മാഗ്നിറ്റ്യൂഡ്. ടു ഗീവ് ഡയറക്ഷൻ ടു എനി വെക്റ്റർ ടേക്ക് യൂണിറ്റ് വെക്റ്റർ. അപ്പൊ നമ്മളിനി ഇതിന്റെ യൂണിറ്റ് വെക്റ്റർ കാണാൻ പോവുകയാണ്. ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് R1 മൈനസ് R2 ആയിട്ടാണ് നമ്മൾ ഇതിന്റെ ഡയറക്ഷൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, R1 മൈനസ് R2. ഇനി ഇതിന്റെ യൂണിറ്റ് വെക്റ്റർ ആണ് നമ്മൾ കാണേണ്ടത്. ഇതിന്റെ യൂണിറ്റ് വെക്റ്റർ കാണാൻ ഇതിനെ തന്നെ മോഡാക്കി എടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇതിന്റെ യൂണിറ്റ് വെക്റ്റർ കാണാം. അപ്പോൾ ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2 ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ മോഡ് R സ്ക്വയർ ഇൻറ്റു R1 മൈനസ് R2 ഡിവൈഡഡ് ബൈ അതിനെ തന്നെ നമ്മൾ മോഡിലെടുത്തു. അങ്ങനെ അതിന് യൂണിറ്റ് വെക്റ്റർ ആക്കി. ഇനി ഈ R1 മൈനസ് R2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ മോഡ് R എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? R1 മൈനസ് R2 ആണ്. അതുകൊണ്ട് നമുക്ക് ഈ R2 സ്ക്വയറിന്, ഈ R സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം? ഈ വില നൽകാം. അങ്ങനെ വില നൽകിക്കഴിഞ്ഞാൽ ഈ ഈക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യും. K ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ, ഇതിനു പകരം നമ്മൾ ഈ വില കൊടുക്കുകയാണ്, R1 മൈനസ് R2 ഹോൾ ക്യൂബ് ഇൻറ്റു ഇത് R1 മൈനസ് R2. ഇതാണ് Q1 എന്ന് പറയുന്ന ഈ പോയിന്റ് ഓഫ് ചാർജിൽ Q2 എന്ന് പറയുന്ന ഈ പോയിന്റ് ഓഫ് ചാർജ് എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആണ് ഇത്. ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2 ഈക്വൽ ടു K ഇൻറ്റു Q1 Q2, K ഇൻറ്റു ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2 ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R1 R2 ഹോൾ ക്യൂബ് ഇൻറ്റു R1 R2. ഇതാണ് ഈ ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1 കണ്ടെത്താൻ കഴിയും. അങ്ങനെ അതാണ് ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1 എന്ന് പറയുമ്പോൾ K ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R2 മൈനസ് R1 ഹോൾ ക്യൂബ് ഇൻറ്റു R2 മൈനസ് R1 എന്ന് വരും. ഇതില് അതാണ് കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് കൂളംസ് ലോ ആണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കൂളംസ് ലോ എന്താണെന്ന് പറഞ്ഞു, കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം നമ്മൾ പറഞ്ഞു. അടുത്തിനി നോക്കാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് കൂളംസ് ലോ. കൂളംസ് ലോ ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് വാലിഡ് ഓൺലി ഓൺ പോയിന്റ് ചാർജസ്. ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഓൺ എക്സ്റ്റെൻഡഡ് ചാർജസ്. ഒരുപാട് ചാർജുകളെ കാര്യത്തിൽ കൂളംസ് ലോ നമുക്ക് അപ്ലിക്കബിൾ അല്ല. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കൂളംസ് ലോ ഈസ് വാലിഡ് ഓൺലി വെൻ 2 ചാർജസ് ആർ അറ്റ് റെസ്റ്റ്. ഒന്നുമില്ലെങ്കിൽ 2 ചാർജുകളും സ്റ്റാറ്റിക് ആയിരിക്കണം, റെസ്റ്റിലായിരിക്കണം. അല്ലെങ്കിലോ 1 ചാർജ് ഈസ് അറ്റ് റെസ്റ്റ് ആൻഡ് അതർ ചാർജ് ഈസ് ഇൻ മോഷൻ. അങ്ങനെയാണെങ്കിലും കൂളംസ് ലോ അപ്ലൈ ചെയ്യാം. പക്ഷേ
It is not applicable when both charges are at motion. അതാണ് കൂളംസ് ലോന്റെ മെയിനായ 2 ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പെർമിറ്റിവിറ്റി ആണ്. എന്താണ് പെർമിറ്റിവിറ്റി എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇതാണ് 2 പോയിന്റ് ഓഫ് ചാർജസ് Q1, Q2 in a distance of separation R. F equal to K into Q1, Q2 divided by R square. ഇതൊക്കെ നമ്മൾ മുന്നേ നോക്കിയതാണ്. ഇനി നമുക്കറിയാം the value of K depends upon medium. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു K എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് അല്ല. ഓരോ മീഡിയത്തിനും അനുസരിച്ച് Kയുടെ വാല്യൂ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇനി Kയുടെ വാല്യൂ K equal to 1 divided by 4 pi epsilon. ഇത് എപ്സിലോൺ. F equal to force on charge equal to 1 divide. ഇപ്പൊ നമ്മൾ കേക്ക് ഇതുവരെ വില കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കേക്ക് വില കൊടുത്തു 1 divided by 4 pi epsilon Q into Q1, Q2 divided by R square. ഇനി എന്താണ് ഈ എപ്സിലോൺ? എപ്സിലോൺ is the permittivity of medium. അതായത് ഈ ഇവിടെ നമ്മൾ മീഡിയം പെർമിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്ത്, ഈ 2 തരത്തിലുള്ള ചാർജുകളെ അട്രാക്ട് ചെയ്യാനോ റിപ്പൽ ചെയ്യാനോ സമ്മതിക്കുക. പെർമിഷൻ എന്ന് പറഞ്ഞാൽ അനുവദിക്കുകയാണല്ലോ. അപ്പോൾ ഒരു മീഡിയത്തിന്റെ അനുവാദമാണ് എന്നാണ് നമ്മൾ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ വായുവിലാവുമ്പോൾ വായുവിന്റെ പെർമിറ്റിവിറ്റി, അതായത് ഈ ശരിക്കും ഇവിടെ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ മീഡിയവും അതിലുള്ള മോളിക്യൂൾസിനെ അല്ലെങ്കിൽ ആറ്റത്തിനെ അനുവദിക്കുകയാണ്. എന്തിന്? ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ തടയാൻ. അതാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ when the value of epsilon increases, the electrostatic attractive force between charges decreases. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പെർമിറ്റിവിറ്റി കൂടുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ആ മീഡിയത്തിന് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷനെ തടയുവാനുള്ള കഴിവാണ് പെർമിറ്റിവിറ്റി. അത് മനസ്സിലാക്കുക. അതായത് പെർമിറ്റിവിറ്റി വില്ലന്റെ റോളിലാണ് ഇവിടെ വരുന്നത് എന്നർത്ഥം. പെർമിറ്റിവിറ്റി കൂടുന്തോറും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയായിരിക്കും എന്ന്. When the value of epsilon increases, the electrostatic attractive force between charges decreases. അതായത് permittivity means here it permits its own field. It permits its own, അതിന്റെ സ്വന്തം എന്നർത്ഥത്തിൽ its own field to decrease the interactive field between charges. അതുകൊണ്ടാണ് ഇവിടെ പെർമിറ്റിവിറ്റിക്ക് വില്ലന്റെ റോളാണ് എന്ന് പറയുന്നത്. ഈ ഫീൽഡ് ഇലക്ട്രിക് ചാർജുകൾ പരസ്പരമുള്ള ഇന്ററാക്ഷനെ, ആ ഇന്ററാക്ഷൻ അട്രാക്റ്റീവ് ആവാം റിപ്പൾസീവ് ആവാം, അതിനെ തടയുകയാണ്. എങ്ങനെ? അതിന്റെ ആ മീഡിയത്തിന്റെ സ്വന്തം ഫീൽഡ് ഓഫ് ചാർജ് ഉപയോഗിച്ചിട്ട് ഈ ഇലക്ട്രിക് ചാർജിന്റെ ഫീൽഡ് ഓഫ് ഇന്ററാക്ഷനെ തടയലാണ് പെർമിറ്റിവിറ്റിയുടെ ജോലി എന്ന് പറയുന്നത്. The value of epsilon. അടുത്തത് the value of epsilon is found to be minimum for vacuum അല്ലെങ്കിൽ എയർ അല്ലെങ്കിൽ ഫ്രീ സ്പേസ്. ഇവിടെയാണ് എപ്സിലോണിന്റെ വാല്യൂ മിനിമം. അതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. Therefore, the attractive force between charges will be maximum. Permittivity of free space, air or vacuum, അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എപ്സിലോൺ നോട്ട് എന്നാണ്. ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് ഇൻ എയർ. ഫോഴ്സിന് 2 ചാർജസ് തമ്മിലുള്ള ഇന്ററാക്റ്റീവ് ഫോഴ്സ് എവിടെ? എയറിൽ, വാക്വത്തിൽ അല്ലെങ്കിൽ ഫ്രീ സ്പേസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എഫ് നോട്ട് എന്നാണ്. The permittivity of any other medium will be always greater than permittivity of air. മനസ്സിലാക്കുക. അതായത് permittivity of medium always greater than permittivity of air. Epsilon naught.
പെർമിറ്റിവിറ്റി ഓഫ് വാക്വം അല്ലെങ്കിൽ എയർ അല്ലെങ്കിൽ സ്പേസ് അതിൻ്റെ എപ്സിലോൺ നോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8.85 ഇൻറ്റു 10⁻⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആയിരിക്കും. ദിസ് ഈസ് മിനിമം വാല്യൂ ഓഫ് പെർമിറ്റിവിറ്റി. അതും നമ്മൾ മനസ്സിലാക്കുക. അതായത് എയറിൽ അല്ലെങ്കിൽ വാക്യത്തിൽ അല്ലെങ്കിൽ ഫ്രീ സ്പേസിലാണ് പെർമിറ്റിവിറ്റിക്ക് മിനിമം വാല്യൂ, അതായത് മാക്സിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ ഉണ്ടായിരിക്കും. പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അതിൻ്റെ സ്വന്തം ഫീൽഡിനെ കൊണ്ട് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷനെ തടയുകയാണ് ചെയ്യുക. അത് ഏറ്റവും കുറവാണ് ആ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് എവിടെ? ഫ്രീ സ്പേസിൽ അല്ലെങ്കിൽ എയറിൽ. ഫോഴ്സ് ഇൻ എനി മീഡിയം ഈസ് ലെസർ ദാൻ ഫോഴ്സ് ഇൻ എയർ. അതും മനസ്സിലാക്കുക. അതുകൊണ്ട് പെർമിറ്റിവിറ്റി കുറവാകുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്റ്റീവ് ഫോഴ്സ് എയറിൽ കൂടുതലാണെന്ന് പറഞ്ഞില്ലേ, അതിനെ തിരിച്ചു പറയാം. എന്ത് പറയാം? ഫോഴ്സ് ഇൻ എനി മീഡിയം ഈസ് ലെസർ ദാൻ ഫോഴ്സ് ഇൻ എയർ. അതായത് എഫ് ഇൻ എനി മീഡിയം ഈസ് ലെസർ ദാൻ ഫോഴ്സ് ഇൻ എയർ. ഇനി അടുത്ത ടോപ്പിക്കാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കൂളംസ് ലോ, അതിനുശേഷം കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം, ലിമിറ്റേഷൻസ് ഓഫ് കൂളംസ് ലോ, പിന്നെ പെർമിറ്റിവിറ്റി, അത് നമ്മൾ കവർ ചെയ്തു. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇപ്പോൾ മീഡിയത്തിലുള്ള പെർമിറ്റിവിറ്റി നമുക്ക് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ എയറിലുള്ള പെർമിറ്റിവിറ്റി, വാട്ടറിലുള്ള പെർമിറ്റിവിറ്റി. അപ്പോൾ അത് ഓർക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ് എപ്സിലോൺ ആർ. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈക്വൽ ടു റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എനി മീഡിയം ഡിവൈഡഡ് ബൈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് വാക്വം അല്ലെങ്കിൽ എയർ. നോക്കിക്കൂ, എപ്സിലോൺ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി, എപ്സിലോൺ എം എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് എനി മീഡിയം, എപ്സിലോൺ 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് എയർ. ഇനി നമുക്കതിൽ ഏതെങ്കിലും മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? റിലേറ്റീവ് പെർമിറ്റിവിറ്റിയെ എയറിൻ്റെ പെർമിറ്റിവിറ്റിയാണ് എപ്സിലോൺ 0, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും ഏതൊരു മീഡിയത്തിന്, വാട്ടറിൻ്റെയോ ഓയിലിൻ്റെയോ ഏതിൻ്റെ പെർമിറ്റിവിറ്റി വേണമെങ്കിലും നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് കാണാൻ കഴിയും. ഹൗ മെനി ടൈംസ് ദ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഈസ് ഗ്രേറ്റർ ദാൻ ദ പെർമിറ്റിവിറ്റി ഓഫ് എയർ ഈസ് കാൾഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ മെനി ടൈംസ് ദ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഈസ് ഗ്രേറ്റർ ദാൻ പെർമിറ്റിവിറ്റി ഓഫ് എയർ. നമ്മൾ പറഞ്ഞു പെർമിറ്റിവിറ്റി ഏറ്റവും കുറവ് എയറിനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ മീഡിയത്തിൻ്റെയും പെർമിറ്റിവിറ്റി എയറിനേക്കാൾ എത്ര മടങ്ങ് കൂടുതലാണോ അതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ഗ്ലാസ് 7 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കാണാൻ എന്ത് ചെയ്താൽ മതി? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ഗ്ലാസ് ഡിവൈഡഡ് ബൈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എയർ കണ്ടാൽ മതി. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 7 ഈക്വൽ ടു റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ഗ്ലാസ് ഡിവൈഡഡ് ബൈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എയർ. അങ്ങനെ ഈ ഗ്ലാസിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കാണാൻ എന്ത് ചെയ്താൽ മതി? ഈക്വൽ ടു ഏതെങ്കിലും ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി കാണാൻ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇൻറ്റു പെർമിറ്റിവിറ്റി ഓഫ് എയർ ചെയ്താൽ മതി. അതായത് ദ പ്രോഡക്റ്റ് ഓഫ് relative permittivity and air will be the permittivity of any medium. How many times the permittivity of medium is greater than the permittivity of air is called relative permittivity. എയറിൻ്റെ പെർമിറ്റിവിറ്റിയേക്കാൾ എത്ര മടങ്ങ് കൂടുതലാണ് ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി, അതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണം, റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ഗ്ലാസ് 7 ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്ലാസിൻ്റെ പെർമിറ്റിവിറ്റി നമുക്ക് നോക്കാം. ഇപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കാണാൻ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഓഫ് എനി മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് എയർ ആണ്. ഇവിടെ മീഡിയം ഗ്ലാസ് ആണല്ലോ, അതുകൊണ്ട്
റിലേറ്റീവ് പെർമിറ്റിവിറ്റി 7 തന്നിട്ടുണ്ട്. നമുക്ക് ഗ്ലാസിന്റെ പെർമിറ്റിവിറ്റി ആണ് കാണേണ്ടത്. അതുകൊണ്ട് ഗ്ലാസിന്റെ പെർമിറ്റിവിറ്റി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പകരം ഇവയെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. പെർമിറ്റിവിറ്റി ഓഫ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇൻറ്റു പെർമിറ്റിവിറ്റി ഓഫ്